കന്യാകുമാരിയുടെ ഡേ 2 പാർട്ട് 1 ആണിത്. ഇന്ന് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് വേറെ സ്ഥലം പോവുകയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടൽ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തൊരു ഹോട്ടലിൽ പോയി. എന്നിട്ട് നമ്മൾ ഓട്ടോ പിടിച്ച് നമ്മൾ പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ്. ഒരു ടെമ്പിളാണിത്, ഒരു അമ്പലമാണ്. അപ്പോൾ നമ്മൾ അടുത്തോട്ടൊരു മല കാണാൻ പറ്റുന്നതായിട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അവിടെ കൂടെ പോവുകയാണ്. അപ്പം അത് അടിപൊളി, ആ മലയുടെ അടുത്തോട്ടായിരുന്നു നമ്മൾ പോയത്. അടിപൊളി വിഷ്വൽസ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ ആ അമ്പലത്തിൻ്റെ വഴിയിൽ കൂടെ പോവുകയാണ്. കുറച്ച് 15 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് കുറച്ച് കിലോമീറ്റേഴ്സിനപ്പുറമായിരുന്നു ഇത്, നല്ല ദൂരം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുക, അത് അടിപൊളിയാണ്. അവിടെ നെൽകൃഷി ഉണ്ടായിരുന്നു, നെൽകൃഷിയാണെന്ന് തോന്നുന്നത്, അതും അടിപൊളി. എന്നിട്ട് നമ്മൾ ഇപ്പോൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൃത്യം നിൽക്കുന്നത് നമ്മുടെ കന്യാകുമാരിയിലാണ് ഞാൻ പറഞ്ഞ്. എന്നിട്ടിപ്പോൾ കന്യാകുമാരി നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്. കന്യാകുമാരി തന്നെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മളവിടെ ടെമ്പിൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ടെമ്പിളിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചപ്പുറം പോയപ്പോൾ അമ്പലത്തിൻ്റെ തന്നെ കുളങ്ങളൊക്കെ ആയിട്ടുള്ള നിർത്തില്ല. അവിടെ നടുക്കെന്തോ അമ്പലം കൂട്ടെന്തോ ഉണ്ട്. പക്ഷെ അവിടെ പോകാനുള്ള വഴിയൊന്നും കണ്ടില്ല. പക്ഷെ അവിടെ അടിപൊളി വിഷയമായിരുന്നു. ഇതാണ് സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു അടിപൊളി സ്ഥലമാണ്. ഞാൻ യൂട്യൂബിൽ നോക്കി എടുത്തതേ ഉള്ളൂ. ഈ സ്ഥലമല്ല, ഒരു സൈസ് കോട്ടയാണ്. എന്നിട്ട് അങ്ങോട്ട് പോകുന്ന വിശ്വസിച്ചിട്ട് പോകാൻ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി തന്നെ അടിപൊളിയാണ്, നല്ല പച്ചപ്പായ അടിപൊളി വഴിയായിരുന്നു. അതാണ് ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതേപോലെയൊക്കെയാണ് വഴി കണ്ടത്. നമ്മൾ കോട്ടയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നല്ല ദൂരമുണ്ട്, അവിടെ നല്ല ഒരു 6 കിലോമീറ്ററിനപ്പുറം ദൂരമുണ്ട്. അപ്പോൾ അടുത്തൊരു വെള്ളമില്ലാത്തൊരു കൃഷി, വെള്ളമില്ലാത്ത ഇടയിൽ ഉണങ്ങിപ്പോയെന്ന് അറിയില്ല. ഇപ്പോൾ നിൽക്കുന്നതാണ് പറയാറുണ്ട്. അപ്പൊ ഈ വേപ്പമരം, ഞാൻ വേപ്പമരം ആദ്യമായിട്ടാണ്, ചെടിയാണ് കൂടുതൽ കാണാറുള്ളത്. വേപ്പമരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ പുല്ലുണ്ട്, നമ്മുടെ അമേരിക്കയിലൊക്കെ സ്ഥലത്ത് ഈ പുല്ലൊക്കെ ഷേപ്പ് വെച്ചേക്കുന്ന പോലെ ഓരോരോ തട്ടായിട്ടാണ് ഈ പുല്ല്, അടിപൊളി. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പിലോട്ട് ഇങ്ങോട്ട് കയറാൻ പോവാണ്. കല്ല് വെച്ച് കൊടുത്തതാണ്. ഇപ്പോൾ ഈ ഹോട്ടലിൻ്റെ പേരാണ് പറഞ്ഞത്. ഈ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഇതിനുള്ള വിഷ്വൽസാണ് ഇതൊക്കെ. ഇത് കഴിഞ്ഞിട്ട് ഇതിനുള്ളിൽ വേർച്ചപ്പെട്ട് ആ സ്റ്റെപ്പിൽ നമ്മൾ കയറാം. ഇതൊക്കെ നല്ല തന്നെയുള്ള സ്റ്റെപ്പാണ്. അവിടെ കയറിയിട്ടുണ്ട്. ഇവിടെ ഇതിനുള്ള വിഷ്വൽസ് കാണാം. അപ്പോൾ നമ്മൾ ചുമ്മാ ഇരിക്കില്ലെന്ന് വിചാരിച്ച് ഞാൻ തലയും കുത്തി കടൻ്റെ വിഷ്വൽസ് പകർത്താമെന്ന് വിചാരിച്ച്. പക്ഷേ ഫസ്റ്റത്തെ വീഡിയോ പോയി, പിന്നെ സെക്കൻഡ് വീഡിയോ നമ്മൾ സൂം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കോട്ട നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കടലടിച്ച് കയറിയാണ്. അപ്പോൾ ആ സൈഡ് ബീച്ചുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് വിൻഡ്യൂൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒന്നൊന്നുമല്ല, അവിടെ കുറേ നിൽപ്പുണ്ട്. എനിക്കൊന്ന് കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന സ്ഥലമായിരിക്കും ആണ്. അപ്പോൾ നമ്മൾ ഈ കോട്ടയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ ഹോട്ടലിലോട്ട് പോകണം. നമ്മൾ കുറച്ച് നേരം കിടന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോകും. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് എന്നിട്ട് ഇത്ര കൂടെ കഴിച്ചതെല്ലാം ഞാൻ കട്ട് ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ അവിടുത്തെ തന്നെ ഒരു ബീച്ച്, കന്യാകുമാരി ബീച്ചിൽ തന്നെ എത്തിയിട്ട് അവിടെ മുട്ട ഉണ്ടല്ലോ, ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ പോകുന്ന സ്ഥലം, അവിടെ പോയി. അപ്പോൾ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ആ ടെമ്പിളല്ല, നമ്മുടെ വിവേകാനന്ദ റോക്സ് കാണാൻ പറ്റും. നോക്കി നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഞാൻ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, എന്നാലും ഞാൻ നോക്കിയെന്നേ ഉള്ളൂ. ഇവിടെ ഭയങ്കര റിസ്ക്കാണ് ഈ കട്ടൊക്കെ കയറാൻ. കാരണം അത് അടുത്ത പാർട്ടി പറയാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.